നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിനെതിരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധിയായി പോയെന്നും മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അത് എന്താണെന്നറിയുവാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ എന്നും ചോദിച്ചിരിക്കുകയാണ് അച്ഛൻ. കേസിൽ വിധി പറയുമ്പോൾ വന്ദനയുടെ മാതാപിതാക്കൾ മധുരയിൽ ക്ഷേത്ര ദർശനത്തിലായിരുന്നു. മകളുടെ പേരിൽ നേർന്നിരുന്ന വഴിപാടിനായിട്ടാണ് മധുരയിൽ പോയത്. മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മോഹൻദാസ് പറഞ്ഞു. മകളുടെ കൊലപാതകത്തിലെ വസ്തുതകൾ പുറത്തു വരുന്നതിനെതിരെ എന്തിനാണ് സർക്കാർ എതിർക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം പോലീസിന്റെയും ആരോഗ്യ വകുപ്പ് അധികൃതരുടെയും ഭാഗത്തെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. മാതാപിതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതിനോടൊപ്പം തന്നെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയും ജസ്റ്റിസ് ബൈജു കുര്യൻ തോമസ് തള്ളിയിരുന്നു. സംഭവ സ്ഥലത്തു നിന്നും പോലീസുകാർ പിൻവലിഞ്ഞതിന് പിന്നിൽ ക്രിമിനൽ ലക്ഷ്യങ്ങളുണ്ടെന്നും ഹർജിക്കാർക്ക് കേസില്ല എന്നും CBI അന്വേഷണം നടത്തേണ്ട സാഹചര്യമില്ല എന്നും വിലയിരുത്തിയതോടെയാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത്. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും ഇത് മറച്ചുവെച്ചാണ് അന്വേഷണം നടത്തുന്നതെന്നുമാണ് ഡോക്ടർ വന്ദന ദാസിന്റെ മാതാപിതാക്കളായ KG മോഹൻദാസും T വസന്തകുമാരിയും നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 10 രാത്രി മെഡിക്കൽ പരിശോധനയ്ക്കായി പോലീസ് ആശുപത്രിയിൽ കൊണ്ടുവന്ന സന്ദീപ് എന്നാളുടെ കുത്തേറ്റാണ് ഡോക്ടർ വന്ദന മരിച്ചത്. എന്നാൽ സന്ദീപിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ഹോം ഗാർഡ്, പോലീസ് ഡ്രൈവർ എന്നിവർ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുമ്പോൾ അവർക്ക് ക്രിമിനൽ ലക്ഷ്യങ്ങളുണ്ടെന്ന് കോടതി പറഞ്ഞു. കണക്കുകൂട്ടലുകളിലെ പിഴവോ പ്രതിയുടെ പ്രവൃത്തികളുടെ ഗൗരവം മനസ്സിലാക്കുന്നതിലുണ്ടായ തെറ്റുള്ളതുകൊണ്ടാണ് അവർ കുറ്റകൃത്യത്തിൽ നിന്നും ഉൾപ്പെട്ടിരിക്കുന്നതെന്നും കരുതാനാവില്ല. പോലീസുകാർക്കെതിരെയുള്ള അച്ചടക്ക നടപടികളും പൂർത്തിയാക്കാനുണ്ട്. നിലവിലെ അന്വേഷണത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നും കോടതി വിലയിരുത്തി. പോലീസിനെതിരെ സംശയമുണ്ടാകുമ്പോൾ CBIക്ക് അന്വേഷണം കൈമാറാറുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സാഹചര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും കൊട്ടാരക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പൂർത്തിയായി അന്തിമ റിപ്പോർട്ട് നൽകിയിരുന്നു. 2023 മെയ് 10 ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതകം നടന്നത്. കൊല്ലത്തെ അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിച്ച 23-കാരിയായ മെഡിക്കൽ ഡോക്ടറായിരുന്ന വന്ദന ദാസിനെ പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലം പൂയപ്പള്ളി സ്വദേശിയും സ്കൂൾ അധ്യാപകനുമായിരുന്ന 42-കാരനായ സന്ദീപായിരുന്നു കൊലപാതകി. ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട ഇന്റേൺസ് ഡോക്ടർമാരുടെ സംഘടനയായ ഹൗസ് സർജൻസ് അസോസിയേഷൻ ഓഫ് കേരള പ്രതിഷേധ പ്രകടനവും മുദ്രാവാക്യങ്ങളും ഉയർത്തി. ഡോക്ടർ വന്ദന ദാസിന്റെ മരണത്തിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഒരു ദിവസത്തെ കേരള വ്യാപകമായി പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തു. സംഭവം ഡോക്ടർമാരുടെ ഇടയിൽ രോക്ഷം ആളിക്കത്തിച്ചു. ഗവൺമെന്റും ആശുപത്രികളും ഇന്റേണുകൾക്ക് മോശം ജോലി സാഹചര്യങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും ആക്രമണത്തിനെതിരെ ഡോക്ടർമാർക്ക് സുരക്ഷിതത്വമില്ല എന്നും ആരോപിച്ചു. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ കേസായിരുന്നു വന്ദനയുടേത്.